ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേന ഫ്രൈ എങ്ങനെയാണ് പെട്ടെന്ന് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ പറ്റിയ ചേന ഫ്രൈ തയ്യാറാക്കുന്നത്. മലയാളികളുടെ നാടൻ വിഭവമാണ് ചേന എന്ന് പറയുന്നത്. ധാരാളം പ്രോട്ടീനുകളും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഒന്നാണ് ചേന. ബീഫ് ഫ്രൈയുടെ അതേ രുചിയിൽ നമുക്ക് ചേന ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുൻപായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിന്റെ ഫീഡ്ബാക്കുകൾ തീർച്ചയായും കമന്റുകളായി അറിയിക്കുക. അപ്പൊ വീഡിയോയിലോട്ട് പോകാം. ചേന ഫ്രൈ ചെയ്യാനായിട്ട് 500 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ചേനയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. ചേനയുടെ തൊലി കളയുമ്പോൾ കയ്യിൽ ഗ്ലൗസോ കവറോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഇത് കഴിഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയാൽ ആ ചൊറിച്ചിലങ്ങ് മാറും. അത് കാരണം ഞാൻ അതൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസോ കവറോ ഉപയോഗിക്കാവുന്നതാണ്. തൊലിയെല്ലാം ഇതേപോലെ പതുക്കെ എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ ചേന അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഒരേ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് ചേന ഫ്രൈക്ക് ഒരു ഭംഗി തോന്നുക. കഴിക്കാനും നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും. അതിനായിട്ടാണ് ചേന എല്ലാം ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ രീതിയിലാണ് ഞാനിവിടെ എല്ലാ പീസുകളും കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതെല്ലാം ഒരേ രീതിയിലായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചേന നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചേനയുടെ വേവ് എങ്ങനെയാണെന്നുള്ളത്. അതായത് നല്ല ഹാർഡ്, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ബലം കൊടുത്താണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് എന്നാണ് അർത്ഥം. കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിന് വേവ് അല്പം കുറവാണ്. അങ്ങനെയാണ് നമ്മൾ ചേനയുടെ വേവ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലക്കൂട്ടുകൾ നമുക്കൊന്ന് എടുക്കാം. അതിനായി ഞാൻ 1/4 ടീസ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കാശ്മീർ മുളക് പൊടി, ഒരു കളറ് കിട്ടാനായിട്ട് കാശ്മീർ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം പൊടിയുപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് നല്ലതുപോലെ പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ച് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ആ ചേനയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ സ്പൂണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൈ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോഴാണ് എല്ലാ പൊടികളും ആ ചേനയുടെ കട്ട് ചെയ്തതിലേക്ക് ഒന്ന് പിടിക്കാനായിട്ടാണ് കൈ കൊണ്ട് ഇതേപോലെ ഞരടിയിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ പാചകത്തിന് ഏതാണോ ഓയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ അല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ചേന നമുക്കൊന്ന് വെച്ച് കൊടുക്കാം.
കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ ചേന. കാരണം കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മീൻ വറുത്തതൊക്കെ വേണം എന്ന് പറയാറുണ്ട്. പക്ഷേ മീൻ വറുത്തതൊന്നും സ്കൂളിലേക്ക് അലൗഡ് അല്ല. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ ചേന ഇതേപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും അതേപോലെ ടേസ്റ്റ് ഉണ്ടാവും, മനസ്സും അതേപോലെ നിറയും. അതിനായിട്ട് ഈ ചേന നിങ്ങളും ഇതേപോലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അല്പം എണ്ണ കൂടി നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചേന നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉള്ളിലൊക്കെ വെന്ത് കിട്ടണം. അപ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ തീയെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നല്ലാതെ ഉള്ളിലെങ്ങും വേകുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാനായിട്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ നല്ല രീതിയിൽ തന്നെ ചേന ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ചേന ഫ്രൈ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.